ഇയാളുടെ ഭാര്യ ഇയാളെ എന്നും തല്ലുന്നാൽ ഒരു അത്ഭുതമില്ല. വലിയ ഇല്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഇയാളുടെ കൂടെ ആ സ്ത്രീ എങ്ങനെ ജീവിക്കുന്നു? നേരം വെളുത്തു, കറണ്ടും വന്നു. കരുണാകരൻ, കരുണാകരൻ! എന്താ മാഡം? ചൂടും കൊതുകടി, ഇയാളുടെ കൂർക്കം വലി കാളരാത്രി ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അത് അനുഭവിച്ചു. ഒരു ദിവസം ജയിലിൽ കിടക്കാനുള്ള യോഗം ഉണ്ടെന്ന്, അതിങ്ങനെ തീർന്നു വിചാരിച്ചാ മതി മാഡം. നേരം വെളുത്തു, ജോലിക്കാർ ഓരോരുത്തരായി വന്നു തുടങ്ങും. ആരെങ്കിലും വന്ന് ഡോറ് തുറക്കുന്നതിന് മുൻപ് ഷർട്ട് എടുത്തിട്. ഷർട്ടല്ല, കോട്ട്. ഓ, എന്ത് കുന്തെങ്കിലും എടുത്തിട്. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന ആ ശരിയാ, ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാലേ നമ്മളെ രണ്ടുപേരും തെറ്റിദ്ധരിക്കും അല്ലേ മാഡം? ഓ, ഇയാളോട് ആ ഷർട്ട് എടുത്തിടാൻ എത്ര നേരമായി ഞാൻ പറയുന്നു. എടുത്തിട്. ഷർട്ടല്ല മാഡം, കോട്ട്. എന്നെ പഠിപ്പിക്കാൻ വരാതെ അത് എടുത്തിട്. ഇന്നലെ ജോലി കഴിഞ്ഞ് സാറ് വീട്ടിൽ പോയില്ല അല്ലേ? രാത്രി മുഴുവനും സാറും മുക്താമേടവും കൂടി പ്രൊഡക്ഷൻ ക്വാളിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ഡിസ്കഷനിലായിരുന്നു എന്ന് തോന്നുന്നു. അതും ഡോർ അടച്ചിട്ട്. മര്യാദയ്ക്ക് സംസാരിക്കണം. അതിന് ഞാൻ മര്യാദക്കേടൊന്നും പറഞ്ഞില്ലല്ലോ സാർ. സെക്യൂരിറ്റി വന്ന് ഈ ഡോർ തുറക്കുമ്പോ രണ്ടുപേരും ഇതിനകത്തുണ്ടേ. പ്രൊഡക്ഷൻ ചീഫായ ഒരു പുരുഷനും CEO ആയ ഒരു ലേഡി. മാഡം, ആരോടും പറയാതെ ഒരു രാത്രി മുഴുവനും ഡോർ അടച്ചിരിക്കണമെങ്കിൽ ഡിസ്കഷൻ തന്നെ ആയിരിക്കുമല്ലോ. വിഷയം പ്രൊഡക്ഷൻ ക്വാളിറ്റി തന്നെ ആയിരുന്നോ സാർ? സാറും മാഡവും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണോ? ആയിരിക്കില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ പ്രമാണം. പല നാളായി കക്കുന്നു, പിടിക്കപ്പെട്ടത് ഇന്ന്. സത്യം അതല്ലേ സാർ? വേറൊരു പ്രമാണം കൂടെ ഉണ്ട് ചേച്ചി. സൗകര്യം ഉണ്ടെന്ന് കരുതി വിളക്കുകളോളം കക്കരുതെന്ന്. ഇത്രയും പഠിപ്പും ലോകവിവരമുള്ള മുക്താമഠത്തിന് പോലും ആ പ്രമാണം അറിയില്ലെന്ന് ഓർക്കുമ്പോഴാ. പ്രമാണം അറിയാനിട്ടൊന്നും ആയിരിക്കില്ല സൗസോ. നേരം വെളുത്തത് അറിഞ്ഞു കാണില്ല. കരുണാകരൻ സാറ് തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്, സാറിന് ഈ കമ്പനി ക്ഷേത്രം പോലാണെന്ന്. ക്ഷേത്രം പോലെ പരിപാവനമായ ഈ കമ്പനിയിൽ വെച്ച് സാറിങ്ങനൊരു വൃത്തിയേട് കാണിച്ചല്ലോന്ന് ഓർക്കുമ്പോഴെനിക്ക്. മാഡം കേട്ടില്ലേ? പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടേക്ക് കയറി പോകുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ഇവരോട് ചോദിച്ചോ? ഈ റൂമിൽ ഇവരെ രണ്ടുപേരെ തനിച്ച് കണ്ടപ്പോ നിങ്ങൾ ഓരോരോ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങിയോ? എന്താണ് സാർ സംഭവിച്ചത്, എന്താണ് മാഡം സംഭവിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചോ ഇവരോട്? അതെങ്ങനെയാ? മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞല്ലേ നിങ്ങൾക്ക് ശീലം? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനല്ലേ ഒരു കേട്ട് ജോലിക്ക് വരുന്നത്? തനി ലോക്കൽസ് ചീപ്പ്. അരവിന്ദ് സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഞങ്ങളെല്ലാരും ലോക്കൽസ് തന്നെയാ. സാറിനെയും മുക്താ മേഡത്തിനെയും കരുണാകരൻ സാറിനെയും പോലെ ഒരുപാട് പഠിപ്പൊന്നും ഞങ്ങൾക്കില്ല, ലോകമൊന്നും അധികം കണ്ടിട്ടുമില്ല. പക്ഷേ വേറൊരു വാക്കുകൂടി സാർ ഉപയോഗിച്ചല്ലോ, ചീപ്പെന്ന്.